പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1 യൂണിറ്റ് 1 ആണ്. അതിന്റെ 5ാമത്തെ പാർട്ടാണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിലും സാധാരണ മറ്റു സബ്ജക്റ്റുകളിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. എന്നാൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ അങ്ങനെയല്ല. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ്ലി ചോദിച്ചു വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക് ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാഷണൽ പ്രോഗ്രാംസ് വരെ പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് ഇതിവിടെ നോക്കാനുള്ളത് ഏജൻസീസ്, വെൽഫെയർ ഏജൻസീസ് ഫോർ ചിൽഡ്രൻ, ചൈൽഡ് വെൽഫെയർ ഏജൻസീസ്. എന്താണ് ഈ വെൽഫെയർ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ രാജ്യത്ത് ലോകത്തെല്ലായിടത്തും ഒരുപാട് വെൽഫെയർ ഏജൻസീസ് ഉണ്ട്. അതായത് ഓൾഡ് ഏജ് ആയിട്ടുള്ള, ജീറിയാട്രിക് ആയിട്ടുള്ള ആൾക്കാർക്ക്, പ്രായം ചെന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെൽഫെയർ ഏജൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള, അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളായാലും മുതിർന്നവരെയായാലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വെൽഫെയർ ഏജൻസീസ് ഉണ്ട്. അതിപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ വെൽഫെയർ ഏജൻസീസ് ഉണ്ട്. അതുപോലെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ വെൽഫെയർ ഏജൻസീസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും ഏതൊക്കെയാണ് ചുരുക്കി, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ വെൽഫെയർ ഏജൻസീസും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് ഓരോ വെൽഫെയർ ഏജൻസീസും എന്താണ്, അവരുടെ പ്രധാന ഫോക്കസ് അല്ലെങ്കിൽ അവർ പ്രധാന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ എന്താണ് ചൈൽഡ് വെൽഫെയർ ഏജൻസീസ്? ആൻ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് റെസ്പോൺസിബിൾ ഫോർ social work concerned with the welfare and vocational training of children. മെയിൻ ആയിട്ട് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം നമ്മുടെ സിലബസിൽ നമ്മൾ ഇതുവരെയുള്ള പോർഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുവരെയുള്ള പോർഷനും കംപ്ലീറ്റ് ആയി, അതിൻ്റെ നോട്ടും റെഡിയാണ്. അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോർഷനാണ്, പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ്. ആക്ച്വലി ഇതിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പഠിച്ചു, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പഠിച്ചു. ഇനി അവിടെ കോൾഡ് ചെയിൻ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്തിൽ പഠിച്ചിട്ടുണ്ട്. അണ്ടർ 5 ക്ലിനിക്ക് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ പഠിച്ചതാണ്. പക്ഷെ നമ്മളിവിടെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. കുട്ടികളുടെ ആക്സിഡൻറ്റ്സ്, കുട്ടികൾക്ക് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണമെന്നുള്ള കാര്യങ്ങളാണ് അടുത്തിവിടെ പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അന്നന്ന് കിട്ടുന്ന ക്ലാസ്സുകൾ അന്നന്ന് തന്നെ പഠിച്ചു പോവുക, ഒന്നും കൂട്ടി വെക്കരുത്. വളരെ സ്ലോലി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ലെക്ചർ നോട്ട്, ഷോർട്ടായിട്ട് ലെക്ചർ നോട്ട് എഴുതണം. വെറുതെ പാട്ട് കേൾക്കുന്നത് പോലെ കേട്ടിരിക്കരുത്. അപ്പം നിങ്ങൾക്ക് ഉറക്കവും വരും. പക്ഷെ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിനൊപ്പം അവ ഓരോന്നും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അവിടെ കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫൈനൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് റിവൈസ് ചെയ്യാൻ ആ നോട്ട്സ് യൂസ്ഫുള്ളും ആകും. വീണ്ടും വീഡിയോയിലോട്ട് പോകേണ്ട ആവശ്യം വരുത്തുമില്ല. സോ അതുകൂടാതെ നിങ്ങൾക്കത് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനും ഈ ഒരു ലെക്ചർ നോട്ട് വളരെയധികം സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.